നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. ഒരു കുട്ടിയെ വളർത്താൻ 1 കോടി രൂപ വേണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ മതിയാവുള്ളൂ. 1 കോടി രൂപ ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു കുട്ടിയെ വളരെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ മാതാപിതാക്കൾ അറിഞ്ഞിരിക്കേണ്ട ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ 1 കോടി രൂപ നമുക്ക് ഉണ്ടാക്കാനുള്ള സൊല്യൂഷനും ഞാൻ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇനി ഭാവിയിൽ മാതാപിതാക്കളാകാൻ പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ നിലവിൽ മാതാപിതാക്കളാണെങ്കിൽ, ഇനി നിങ്ങളുടെ റിലേറ്റീവിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സൊസൈറ്റിയിലോ ഏതെങ്കിലും പാരൻസ് ഇപ്പോൾ കുട്ടികളെ വളർത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. യാഥാർത്ഥ്യമാണ് പറയുന്നത്. നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ നേടാനും നിങ്ങൾക്ക് പറ്റും. നോർമലി ഈ 1 crore കണക്ക് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എക്കണോമിക് ടൈംസിന്റെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ നഗരങ്ങളിൽ 45 ലക്ഷം മുതൽ 1 കോടി രൂപ വരെയാണ് ഒരു കുട്ടിയെ നമുക്ക് വളർത്താനുള്ള നമ്മുടെ ചെലവ് എന്ന് പറയുന്നത്. ഓരോ വർഷവും ചെലവുകൾ 8 മുതൽ 10% വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, എല്ലാ സാധനം എടുത്തോ 8 മുതൽ 10% കൂടിക്കൊണ്ടിരിക്കുക. അടിസ്ഥാന ആവശ്യങ്ങൾക്ക് മാത്രമല്ല, മികച്ച സൗകര്യങ്ങൾക്ക് എല്ലാം, ട്രാവലിംഗ്, അതുപോലെ ഗാഡ്ജറ്റ്, എല്ലാത്തിനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ആഡംബരമല്ല, ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ശരിക്കും അനിവാര്യമാണ്. മീൻസ് നമുക്ക് ഓരോ ചെലവും കാര്യങ്ങളും ഒക്കെ വരുന്നത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഓരോ കാലഘട്ടം മാറുന്നതിനനുസരിച്ച് കുറച്ചുകൂടി നല്ല രീതിയിൽ നമുക്ക് ജീവിക്കണം എന്ന തോന്നൽ വരും. ഇപ്പോൾ കീപാഡുള്ള മൊബൈൽ ഫോൺ ഉണ്ട്. ഇന്ന് ആരെങ്കിലും കീപാഡുള്ള മൊബൈൽ ഉപയോഗിക്കുന്നുണ്ടോ? എല്ലാവരും ടച്ച് ഫോണാണ് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പൊ കാലത്തിനനുസരിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മൾ കോലം മാറേണ്ടി വരും. കേരളത്തിലെ വില്ലന്മാര് ആരൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാം. മെയിൻലി വിദ്യാഭ്യാസമാണ്. LKG മുതൽ PG വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് കൊടുക്കണം, എൻട്രൻസ് കോച്ചിങ്ങിന്റെ ഫീസ് വേണം, ഹോസ്റ്റൽ ഫീസ് വേണം, ലാപ്ടോപ്പ്, മറ്റുള്ള ചെലവുകൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് വിവാഹം ആൻഡ് സ്വർണം. കേരളത്തിലെ ഏറ്റവും വലിയ ചെലവ് അതാണ്. സ്വർണത്തിന്റെ വിലയിലുള്ള വർധനവ് കാരണം ഇന്നിപ്പോ സ്വർണം മേടിക്കുക എന്ന് വെച്ചാൽ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വിവാഹത്തിന് നല്ലൊരു പൈസ ചെലവ് വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ NRI ലൈഫ് സ്റ്റൈൽ ആണെങ്കിൽ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഗാഡ്ജറ്റുകൾ, യാത്രകൾ, ബ്രാൻഡഡ് വസ്ത്രങ്ങൾ എല്ലാം കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതേപോലെ തന്നെ ആരോഗ്യം, കുട്ടികളുടെ വാക്സിനേഷൻ, ആശുപത്രി ചെലവുകൾ, ഇൻഷുറൻസ് പ്രീമിയം, ഇങ്ങനെ എല്ലാം കൂടി വരുമ്പോൾ വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും. ഇതൊക്കെ കേരളത്തിലെ വില്ലന്മാരാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വില്ലന്മാരാണ്. സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾ നമുക്ക് പോകാം. എഡ്യൂക്കേഷന്റെ ഇൻഫ്ലേഷൻ ആണ്. CPI റിപ്പോർട്ട് പ്രകാരം സാധാരണ പണപ്പെരുപ്പത്തെക്കാൾ ഇരട്ടിയാണ് വിദ്യാഭ്യാസ ചെലവുകൾ വർദ്ധിക്കുന്നത്. നമുക്ക് സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്രയാണ് ഫീസ് ഉണ്ടാവും, അതിനെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഫീസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കോഴ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാലം കൊണ്ട് 5000, 10,000 രൂപയൊക്കെ മതിയായിരുന്നു. ഇന്ന് അതേ കോഴ്സുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് 50,000 ലക്ഷങ്ങളൊക്കെയാണ്. ഇപ്പൊ ഈ IT മേഖലയിലൊക്കെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ പഠിക്കാൻ വേണ്ടി ലക്ഷങ്ങൾ, 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം രൂപയൊക്കെ ചിലവാണ്. എല്ലാം കാലം വളർന്ന് ഭയങ്കരമായിട്ട് എല്ലാം നമ്മുടെ കൺമുമ്പിലെത്തി. റെഫറൻസ് ഒരു ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് പോലും കോഴ്സ് ഫീസുകൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്ത് കോഴ്സ് ആണെങ്കിൽ പോലും. സോ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇനി 20 ഇയേഴ്സ് കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു കുട്ടി ജനിക്കുന്നത് മുതൽ ജോലി ലഭിക്കുന്നത് വരെയുള്ള ഒരു നീണ്ട കാലയളവാണ് 20 വർഷത്തെ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ. നമുക്കൊരു പാരന്റ്സ് എന്ന നിലയിൽ നമുക്ക് ആ കുട്ടിയോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടിയുടേതായിട്ടുള്ള കാര്യങ്ങൾ പോകും. പക്ഷെ 20 വർഷം കുട്ടിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ്. ആ വർഷം അവർക്ക് ആ ഒരു എത്രയും കൊല്ലം വരുന്ന ചെലവ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ചെലവാണ്. നമ്മൾ നല്ലൊരു വിദ്യാഭ്യാസം കൊടുത്ത് നല്ല ലെവലിൽ വളർത്തുന്നുണ്ടെങ്കിൽ, അല്ല നമ്മൾ ഒരു ഗവൺമെന്റ് സ്കൂളിൽ വിട്ട് അവിടുന്ന് പഠിച്ച് അവിടുന്ന് സാധാ ലെവലിൽ പഠിച്ചെടുക്കുന്ന കുറച്ച് എമൗണ്ട് മതിയാവും, സ്വാഭാവികമായിട്ടും മതിയായിരിക്കും. ഒരു ഗ്രാമത്തിലൊക്കെ ഉള്ളവർക്ക് ഇത്രയൊന്നും ചെലവ് ഉണ്ടായിരിക്കണം എന്നില്ല. നേരെ മറിച്ചിട്ട് ഒരു നല്ലൊരു സ്കൂളിൽ സ്റ്റാൻഡേർഡ് വിദ്യാഭ്യാസം കൊടുത്ത് എല്ലാ മൾട്ടിപ്പിൾ ലാംഗ്വേജും മൾട്ടിപ്പിൾ സ്കിൽസും എല്ലാം കൊടുക്കുന്ന ഒരു നല്ല ഹൈ എൻഡ് സ്കൂള്, കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് ഫീസ് ഒരുപാട് കൂടും. അതേപോലെ ലിവിംഗ് കോസ്റ്റുകൾ കൂടും, അവിടെയുള്ള എക്സ്പെൻസ് എല്ലാം കൂടും. ഇനി അടുത്ത ഒരു കാര്യമാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. മാതാപിതാക്കള് ഒരാൾക്ക് ജോലി ഉപേക്ഷിച്ചുണ്ടാകുന്ന വരുമാന നഷ്ടം. ഇപ്പൊ കുട്ടിയായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരാൾ എന്തെങ്കിലും ജോലി ഉപേക്ഷിക്കേണ്ടി വരും കുറച്ചു കാലമെങ്കിലും. അപ്പൊ അങ്ങനെ അവർക്ക് അതൊരു വലിയൊരു നഷ്ടം ഉണ്ടാവും. ഈ ഒരു കുട്ടി കാരണമാണ് ആ ഒരു നഷ്ടം സംഭവിക്കുന്നത്. അപ്പൊ കുട്ടി ഒരിക്കലും പിന്നെ നമുക്ക് വേണ്ടാത്ത ഒരു വിഷയമല്ല. കുട്ടി വരുന്നത് വഴി അല്ല കുട്ടീനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരാളുടെ ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്, കുറച്ച് വരുമാനം നഷ്ടപ്പെടുകയാണ് നോർമലി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഇനി കണക്കുകൾ സംസാരിക്കട്ടെ, അല്ലെ? അപ്പോൾ ചെലവുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സ്കൂൾ ട്യൂഷൻ ഏകദേശം 25 lakh നമുക്ക് ചെലവ് വരും, സ്കൂൾ വരെ എത്തുന്നത്. അതായത് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ. അതിന് മുമ്പ് LKG, UKG ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് എമൗണ്ട് വേറെയും ചിലവോ. നല്ല നല്ല സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ വലിയൊരു എമൗണ്ട് ചിലവോ. അപ്പൊ അങ്ങനെ സ്കൂളിലും ട്യൂഷൻ ഫീസ് ഒക്കെ
കൂടിയിട്ട് ഒരു 25 lakhs ഏകദേശം ഒരു ചിലവ് വരും. അതേപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ വരുവാണെങ്കിൽ ഒരു 30 lakhs നമുക്ക് ചിലവ് വരും. നല്ലൊരു വിദ്യാഭ്യാസം 30 lakhs ഒക്കെ ബേസിക്സ് ആയിട്ടുള്ള കോഴ്സിനാണ്. ഇനി വലിയൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഒക്കെ ഇപ്പോൾ ഒരു പൈലറ്റ് ട്രെയിനിങ്ങിനാണ് കുട്ടി പോകുന്നതെങ്കിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫീസ് നമുക്ക് ചിലവ് വരും. വിദേശ രാജ്യത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതേ ഒരു റേറ്റ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ഇനി വിവാഹം, സ്വർണം ഇതൊക്കെ കൂടിയിട്ട് ഒരു 25 lakhs നമുക്ക് ചിലവ് കാണാം. ഇനി മറ്റുള്ള എക്സ്പെൻസ് ആയിട്ട് ഒരു 25 lakhs. ടോട്ടൽ 1 കോടി രൂപ നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കുട്ടിയെ വളർത്താൻ പറ്റൂ. ഇതാണ് അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കണക്ക് എന്ന് പറയുന്നത്. ഇത്രയും കണക്ക് നമ്മൾ പ്ലാൻ ചെയ്യണം. 1 കോടി രൂപ വേണമെന്നുള്ള രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ മാത്രമേ നമുക്കൊരു കുട്ടിയെ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് നല്ല ഒരുപാട് കാര്യങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നല്ല സംവിധാനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല. നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ട് വളർന്നു, അതേപോലെ അവരും കഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ അത് ഒരു മാതാപിതാക്കളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ്. എല്ലാവരും പറയുന്നു കഷ്ടപ്പെട്ട് തന്നെ വളർത്താൻ, നമ്മളെ കഷ്ടപ്പെട്ടു. നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിൽ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും പാരന്റിങ് സിസ്റ്റം ഒക്കെ ഡിഫറെന്റ് ആയിരുന്നു. ബട്ട് പുതിയ കാലത്തെ പാരന്റിങ് സിസ്റ്റം എൻറ്റയർലി ഡിഫറെന്റ് ആണ്. അപ്പോൾ നമ്മുടെ കാലത്തിൽ നമ്മൾ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ തന്നെ ബിസിനസ് അല്ലെങ്കിൽ നമ്മൾ തന്നെ ജോലി കണ്ടെത്തി, നമ്മൾ തന്നെ പഠിച്ച്, നമ്മൾ തന്നെ ജോലി കണ്ടെത്തി, നമ്മൾ തന്നെ ജീവിച്ചു. അതേപോലെ പുതിയ കാലഘട്ടത്തിൽ ആൾക്കാർക്ക് പറ്റണം എന്നില്ല. അത് വേറെ ഒരു ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, മനസ്സിലായില്ലേ? അപ്പോൾ പുതിയ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ പാരന്റ്സ് ആണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തില്ല നമ്മളെ തോട്ടയൊക്കെ അടിച്ച് പൊട്ടിക്കും, നല്ല ചൂരിൽ കൊണ്ട്, അല്ലെ? പക്ഷെ ഇന്നത്തെ കുട്ടികളെ പോയിട്ട് ഒരു ചൂരിൽ കൊണ്ട് ഒരു അടി അടിച്ചു കഴിഞ്ഞാൽ ആ അധ്യാപകൻ പിറ്റേ ദിവസം സസ്പെൻഡഡ് ആണ്, അദ്ദേഹത്തിന് ജോലിയില്ല, അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യും. അത്രയും ഭയങ്കര ടൈറ്റ് ആണ് സ്കൂളിലെ അല്ലെങ്കിൽ കോളേജിലെ എല്ലാ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ. അവർക്ക് അവരുടെ ആയിട്ടുള്ള ഫ്രീഡത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ഒരു ലോകമാണ്. അപ്പൊ അങ്ങനെ ജീവിക്കുന്ന സമയത്ത് അവരുടെ കുറെ ചിന്താഗതികളും എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ആ ഡിഫറെന്റ് ചിന്താഗതിയിൽ ഇവർക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു പെട്ടെന്നൊരു എന്തെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ മാനേജ് ചെയ്യാൻ അവർക്ക് പറ്റണമെന്നില്ല. അപ്പൊ നിങ്ങൾക്ക് അതൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പോൾ ഫണ്ട് വേണം, കാശ് ഉണ്ടെങ്കിലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. മാത്രമല്ല മറ്റൊരു കുട്ടിക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു കാര്യങ്ങളും സംവിധാനവും കൊടുക്കുമ്പോൾ നമ്മുടെ കുട്ടിക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതിലേക്ക് ആ കുട്ടി ഒരുപാട് വിഷമം ഉണ്ടാവും, മാനസിക വിഷമങ്ങളുണ്ട്, സമ്മർദ്ദങ്ങളുണ്ടാവും, ഡിപ്രഷൻ ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. അതിനൊന്നും വേറെ സൊല്യൂഷൻ ഇല്ല. അതുകൊണ്ട് പണം തന്നെ വേണം ഇവരെ എന്തെങ്കിലും ഒരു നല്ല ലെവലെത്താം. അപ്പൊ അത് നമ്മൾ പ്ലാൻ ചെയ്തുണ്ടാക്കണം. അതിനായിട്ട് പണം നേടാനുള്ള വഴി സിമ്പിൾ. 5,000 rupees, 5,000 രൂപ നിങ്ങൾ എന്ത് ചെയ്യുക, SIP ആയിട്ട് മന്ത്ലി ഇടുക. ഇപ്പൊ നിങ്ങളുടെ കുട്ടി 5 വയസ്സായതാണെങ്കിൽ 12,000 വേണ്ടി വരും. അല്ല കുട്ടി ഒരു പ്ലാൻ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ ഇപ്പൊ ജനിച്ചേ ഉള്ളൂ എന്നൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും 5,000 രൂപ ഒരു മാസം വെച്ചിട്ട് SIP-യിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുക. ഒരു 12% റിട്ടേൺ കിട്ടുന്ന കുട്ടികളുടെ കുറെ പദ്ധതികളുണ്ട്. 20 years ആകുമ്പോൾ നമ്മൾ എത്രയാണ് എമൗണ്ട് അത്രയും വലിയൊരു എമൗണ്ട് കിട്ടും. അപ്പോൾ ഇതിനിടയിൽ കുറച്ച് വരുമ്പോഴേക്കും നമുക്ക് കുറച്ചായിട്ട് SIP നമുക്ക് വിഡ്രോ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു ഒരു +2 വരെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് വരുന്ന ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് അവരുടെ വിവാഹം അങ്ങനെയുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ്. ഇപ്പൊ വിവാഹം എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ചിലപ്പോൾ പോയിരിക്കും. വിവാഹത്തിന് അപ്പുറത്ത് വേണമെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു ജോലിയിൽ കയറാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു കുറച്ച് ചിലവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ കുറച്ച് ചിലവ്. അപ്പൊ അതിനൊക്കെ ആയിട്ടാണ് ഈ 25 lakh എന്ന് പറഞ്ഞത്. ഇതൊന്നും ആയിരിക്കണം എന്നില്ല കേട്ടോ കോസ്റ്റ്, ഇതിനേക്കാൾ കൂടുതലായിരിക്കും. ഇപ്പോഴാണ് ഈ ഒരു കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഈ കുട്ടി വലുതായിട്ട് 20 വർഷം, ഇനി അടുത്ത 20 ഇപ്പൊ 2026 എത്തി. അപ്പൊ ഇനി ഇത് സംഭവിക്കാൻ പോകുന്ന 20 വർഷം കഴിഞ്ഞിട്ട് 2046 അപ്പൊ 2046 ആകുമ്പോഴേക്കും നിങ്ങളൊന്ന് ആലോചിക്കും ലോകം എങ്ങനെയായിരിക്കും. 10 വർഷം ബാക്കിൽ കീപാഡ് മൊബൈൽ ഉപയോഗിച്ച നമ്മളാണ് ഇന്ന് ടച്ച് ഫോണും അതേപോലെ തന്നെ ഗ്ലാസ്സിലൊക്കെയുള്ള കൂളിംഗ് ഗ്ലാസ് പോലെയുള്ള ഗ്ലാസ്സിലൊക്കെയുള്ള ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുന്നത്. അടുത്ത 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും? അത് കാലഘട്ടം എൻറ്റയർലി ഡിഫറെന്റ്. 10 വർഷം. അപ്പൊ 20 വർഷം എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അന്ന് 1 കോടി ചിലപ്പോൾ ഉണ്ടെങ്കിൽ നടക്കണമെന്നില്ല. എന്നിരുന്നാലും 1 കോടി എന്ന ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഇപ്പൊ തന്നെ ഇത് ചെയ്യണം. അപ്പൊ ഒരു സാധാരണ ലെവലിലെങ്കിലും നമുക്ക് കുട്ടിയെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുമെന്നാണ് ഇതിൽ നിന്ന് അനുമാനിക്കേണ്ടത്. സോ 5,000 വെച്ച് സേവ് ചെയ്യുക. 5 വയസ്സായെങ്കിൽ 12,000 വെച്ചിട്ട് മാസം സേവ് ചെയ്യുക. നല്ലൊരു മ്യൂച്വൽ ഫണ്ട്, സേഫസ്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക. ടാർഗറ്റ് 1 കോടി. അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു കുട്ടിക്ക് ഒരു 5,000 വെച്ച് നിങ്ങൾ സേവ് ചെയ്യുക. അതിനേക്കാൾ കൂടുതൽ ചെയ്ത് ബെറ്റർ ആണ്. ഇനി പരിഹാരങ്ങളും പദ്ധതികളും. സുകന്യ സമൃദ്ധി യോജനയുണ്ട്. പെൺകുട്ടികൾക്ക് മാത്രം കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു പദ്ധതിയാണ്. അതിലെല്ലാവരും ജോയിൻ ചെയ്യുക. പോസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് കിട്ടും. അതുപോലെ തന്നെ PPF ഉണ്ട്. 15 വർഷത്തെ സുരക്ഷിതമായിട്ടുള്ള നിക്ഷേപമാണ്. ടാക്സ് ബെനിഫിറ്റ്സ് കാര്യങ്ങൾ കിട്ടും. ചൈൽഡ് മ്യൂച്വൽ ഫണ്ട് പ്ലാൻസ് ഉണ്ട്. ദീർഘകാലത്തേക്ക് ഉയർന്ന വളർച്ച നൽകുന്ന ഇക്വിറ്റി പ്ലാനുകളുണ്ട്. അത് നിങ്ങൾക്ക് ചെയ്യാം. ടേം ഇൻഷുറൻസ് ഉണ്ട്. മാതാപിതാക്കളുടെ അഭാവത്തിൽ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ടേം ഇൻഷുറൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുത്തു വെക്കേണ്ടത് നല്ല കാര്യമാണ്. മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ നാളെ വരെ കാത്തിരിക്കരുത്, ഇന്ന് തന്നെ തുടങ്ങുക. ഓക്കെ. ഇപ്പൊ കുഞ്ഞുമക്കളെ പ്ലാൻ ചെയ്യുന്നവരും കുഞ്ഞുമക്കൾ ഉള്ളവർ എല്ലാവർക്കും ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരു അറിവാണ്, വലിയ ഒരു ചെലവാണ്. അതിനെ മാനേജ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങളിൽ ഷെയർ ചെയ്തിട്ട് മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ ഷോഡി സൈനിങ് ഓഫ്. ബൈ.